സർ, അങ്ങ് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ്. അങ്ങേക്ക് എന്താണ് അയ്യപ്പ സംഗമം പരിപാടിയെക്കുറിച്ച് പറയാനുള്ളത്? അത് പരിപൂർണമായും ഒരു വിജയമാണോ, അതോ അത് പൊളിഞ്ഞു പാളീസായി? ഈ അയ്യപ്പ സംഗമമാണോ നടന്നത്, അതോ അല്പസംഗമം ആണോ നടന്നത്? ജയമാണോ പരാജയമാണോ എന്ന് വിലയിരുത്തുന്നത് ഏതടിസ്ഥാനത്തിലാണ്? പലരും ചോദിക്കുന്നത് പരാജയപ്പെട്ടു പോയില്ലേ, അവിടെ ആളൊന്നും ഇല്ലായിരുന്നല്ലോ, ഒഴിഞ്ഞ കസേരയാണല്ലോ കണ്ടത്. പക്ഷേ അവിടെ പിണറായി വിജയൻ 1 മണിക്കൂർ ഉദ്ഘാടന പ്രസംഗം നടത്തി. 1 മണിക്കൂർ. അതിലായിരുന്നു മുഴുവൻ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അത് അവിടെ എത്തണമെന്നില്ലല്ലോ കേൾക്കാനായിട്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അത് മുഴുവൻ കേട്ടല്ലോ എല്ലാവരും. പിണറായി വിജയൻ എന്താണ് ആ പ്രസംഗത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം, അല്ലേ, പ്രായച്ചിത്തം, മാപ്പ് പറഞ്ഞു. പിണറായി വിജയൻ അയ്യപ്പ കീർത്തനം വരെ ചൊല്ലിച്ചു എന്ന് പറഞ്ഞാൽ മതി. കളി അയ്യപ്പനോടാണ് നടത്തിയത്. 2018 PC ജോർജ് അന്ന് പലവട്ടം പറഞ്ഞു എല്ലാവരോടുമായിട്ട്, പിണറായി വിജയൻ്റെ കളി ശരിയാകുന്നില്ല, അയ്യപ്പൻ കാൽക്കൽ കൊണ്ടുവരിക്കുമെന്ന് PC ജോർജ് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അയ്യപ്പൻ ചില്ലറക്കാരനൊന്നും അല്ല, PC ജോർജിനറിയാം. കാരണം അയ്യപ്പൻ്റെ മണ്ണിലോടെ ചേർന്ന് തന്നെയാണ് PC-യുടെയും താവളം എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ ഈ ശബരിമലയെ പറ്റി അങ്ങ് പ്രകീർത്തിക്കുന്നു. അത് സർവമത ഇതാണ്. ഹരിവരാസനം ആരാണ് ചൊല്ലുന്നത്? യേശുദാസാണ്. യേശുദാസ് ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ ശബരിമലയുടെ നാനാജാതി മതസ്ഥരുടെ ഒരു സംഗമ കേന്ദ്രമാണ് ഇത്. പിണറായി വിജയൻ നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവിടെ വന്ന എല്ലാ അതിഥികൾക്കും, വേദിയിലുള്ളവർക്ക് ദേവസ്വം ബോർഡ് ഉപഹാരം നൽകുന്നുണ്ട്. പിണറായി വിജയനും ഒരു അയ്യപ്പ വിഗ്രഹം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് ക്ലിഫ് ഹൗസിൽ വെക്കുമോ? അല്ല, അത് മിക്കവാറും ക്ലിഫ് ഹൗസിൽ വെച്ച് പൂജിക്കും എന്നാണ്. വെറുതെ വെക്കുക മാത്രമല്ല, പൂജിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് പറഞ്ഞ് കലിയുഗ വരദനോട് ചെയ്ത അനീതി, ഭക്തരോട് ചെയ്ത അതിക്രമങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്തി. ഇതിൽ നമ്മുടെ ഈ എന്താ പറയുക, കർമ്മങ്ങളെല്ലാം അടയാളപ്പെടുത്തുകയാണല്ലോ. ഒരു കർമ്മവും അടയാളപ്പെടുത്താതെ പോകുന്നില്ല. എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റേതായ ഫലം അതിന് ഉചിതമായ കാലത്ത് കിട്ടും. ഇവിടെയും ഇപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കർമ്മഫലം വരുമ്പോൾ അത് നേരിടാനുള്ള ശക്തിയെങ്കിലും തരണേ അയ്യപ്പ എന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുക. റിയാസിന്റെ മുറിയിൽ വെക്കുമായിരിക്കും, അല്ലേ? ചിലപ്പോൾ ഒരു വാവരയുടെ ഒരു രൂപം വാവരെ കൂടെ പ്രതിഷ്ഠിക്കും. ഈ പിണറായി വിജയന്റെ പ്രസംഗത്തിനകത്ത് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ആ ശബരിമലയിലെ ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവിടെ എത്തുമ്പോൾ ആ നാനാജാതി മതസ്ഥരുടെ ഇത് പറയുകയാണ്, നമ്മൾ വാവരെ കണ്ടിട്ടാണ് അയ്യപ്പനെ കാണാൻ കയറുന്നത്, വാവരെ കണ്ടിട്ടൊന്നും അല്ല കയറുന്നത്. തെറ്റായ കാര്യം. അവിടെ ശബരിമലയ്ക്ക് ചുമ്മാ പോകാതെ ശരിയായ രീതിയിൽ കാര്യം മനസ്സിലാക്കാതെ പറയും. നേരെ നമ്മൾ നടപ്പന്തലിലൂടെ വന്ന് നേരെ 18-ാം പടി കയറി 18-ാം പടിയുടെ ഇരുവശങ്ങളിലുള്ള അയ്യപ്പന്റെ അനുചരന്മാരെ കണ്ട് 18-ാം പടിയോടെ ചേർന്നുള്ള അവിടെ തേങ്ങ ഉടച്ച് അയ്യപ്പ ദർശനവും കഴിഞ്ഞ് തിരികെ പോകാൻ നേരത്താണ് വാവരെ കാണുന്നത്. ഈ വാവരെ കണ്ട ഉടനെ തക്കം കിട്ടിയപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വിജയമാണോ പരാജയമാണോ, ഇതൊക്കെയായിരുന്നു പ്രസംഗം. 1 മണിക്കൂർ പ്രസംഗിച്ചു. ഇനി ഇതിന്റെ അന്തിമ ഫലം എപ്പോഴാ കാണാൻ പോകുന്നത്? വിജയമാണോ പരാജയമാണോ എന്ന് അറിയാൻ പോകുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ നമുക്ക് അതിന്റെ ഫലം കിട്ടിത്തുടങ്ങും. ജയമാണെങ്കിൽ അത് കിട്ടും, പരാജയമാണെങ്കിൽ അത് കിട്ടും. എനിക്കൊരു സംശയമുണ്ട്, ഈ അയ്യപ്പൻ്റെ അടുക്കൽ പോയി ഇത്രയും കരഞ്ഞ് കാലുപിടിച്ച് മാപ്പ് അപേക്ഷിച്ചപ്പോഴേ അയ്യപ്പൻ കരുണ ചെയ്ത് കളയുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. അയ്യപ്പൻ കരുണ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ സാർ, അതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ? അതനുഭവിച്ചേ പറ്റുള്ളൂ. പിന്നെ പരാജയവും ജയത്തിന്റെ കാര്യം വേറൊരു തരത്തിൽ എല്ലാവരും ചോദിക്കുന്നത്, അവിടെ ആളൊന്നും ഇല്ലായിരുന്നു. 4000 പേരോ 3800 പേരോ എന്തോ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തു. ഞാൻ കണ്ട കാര്യം പറയാം. ഞാൻ ഇങ്ങനെ ബാക്കിൽ മാറി എല്ലാം ഇങ്ങനെ, നമ്മളൊരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു. ഈ ഫ്രണ്ടില് അറിയാമല്ലോ, ഒരു ഇപ്പം വലിയ ചില സമ്മേളനങ്ങളിലെ സോഫ ഇങ്ങനെ ഇട്ടേക്കുക, അത് വളരെ സ്റ്റൈലായിട്ടുള്ള, അതൊരു ക്ലാസ് തിരിച്ച് VIP
വേദിയിൽ ഇത് തന്നെ കോടതിയിൽ ഉത്തരവിന്റെ ലംഘനമാണ്. അവിടെ ഫുൾ പാക്ഡ് ആയിരുന്നു. കാരണം അത് അവരെ പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ പ്ലാസ്റ്റിക് കസേരകൾ ഒരു 2-3 നിരയിൽ മാത്രം നിറഞ്ഞിരിക്കുന്നു, ബാക്കിയെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാൻ എല്ലാവരെയും ഒരു 500 പേരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാവുമോ സാർ? 500 പേര് കാണും, ഏകദേശം നമുക്ക് അത്രയും പറയാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ളവർ അതിൽ കൂടുതലൊക്കെ ഉണ്ട്. കേൾക്കുന്നത് ഈ പ്രതിപക്ഷ പാർട്ടി ഉൾപ്പെടെ ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെ പറയുന്നത് ഈ ദേവസ്വം ജീവനക്കാരെയും പത്തനംതിട്ടയിലെ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഒക്കെ കൊണ്ടുവന്ന് ഇരുത്തി വേദി നിറച്ചു, ഇത് സദസ്സ് സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ അല്പമാത്രമായെങ്കിലും ശരിയാണത്. ദേവസ്വം ജീവനക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു. ഇത്രയും ദേവസ്വം ജീവനക്കാർക്ക് അവിടെ ഡ്യൂട്ടിയിൽ അത്രയും വരെ ആവശ്യമില്ല. പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല. ഈ പെരുന്നാട് പഞ്ചായത്തിലെ ക്ഷേത്രത്തിലുള്ള പലരെയും എനിക്കറിയാം. അവരെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾ എത്തിയതേ ഉള്ളൂ, ഞങ്ങളെ വിളിപ്പിച്ചു വന്നതാണ്, അത്യാവശ്യമായി വിളിപ്പിച്ചെന്ന് പറഞ്ഞു. എന്നാൽ ഈ വിളിപ്പിച്ച് വന്നു കഴിഞ്ഞ് ഈ കഴുത്തിൽ ഈ ചരടങ്ങ് മാറ്റണ്ടേ, ദേവസ്വം ബോർഡെന്നും പറഞ്ഞ് ഇട്ടിരിക്കുന്നു, അതില്ലാതെ ഒന്ന് അവിടെ പിടിച്ചിരുത്തുണ്ട്. പിന്നെ ആദ്യ സമയത്ത് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഈ നേരത്തെ രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുടെ അനുസരിച്ച് കയറ്റി വിടുകയാണ്. അവർക്ക് ഒരു വലിയ ബാഗും ഒക്കെ തന്ന ബാഗിൽ അപ്പവും അരവണയും അയ്യപ്പൻ്റെ ഒരു ചെറിയ പടവും ഒക്കെ ആയിട്ട് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഇപ്പം ശബരിമല നട തുറന്നിരിക്കുകയാണ്, പിന്നെ കന്നിമാസ പൂജയ്ക്കായിട്ട്. അപ്പൊ ദർശനത്തിന് പോകുന്ന അവിടുന്ന് നമ്മളോട് ചോദിക്കും, ദർശനത്തിനാണോ സംഗമത്തിനാണോ? ദർശനത്തിനാണ് അപ്പുറത്തൊരു ക്യൂവിലൂടെ അങ്ങ് പോകും, സംഗമക്കാർ ഇതുവഴി പോകണം. അപ്പോൾ ദർശനക്കാരെ ഇങ്ങോട്ടേക്ക് വിടുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കി, പിന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, ആള് കസേര ഒഴിഞ്ഞു കിടക്കുകയല്ലേ, ഇത് മുഴുവൻ ലോകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അപ്പുറത്തെ സൈഡിൽ ബാരിക്കേഡ് വെച്ചിരുന്നു, അത് മാറ്റി ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തരെയും ദർശനം കഴിഞ്ഞു വരുന്ന അയ്യപ്പ ഭക്തരെയും വിളിച്ചു കയറ്റിയിരിക്കുക, സ്വാമി കയറിയിരുന്നോളൂ, ഇരിക്ക് സ്വാമി ഇരിക്ക് എന്ന് പറഞ്ഞ് എത്ര സ്നേഹത്തോടു കൂടി കൊണ്ടുവന്നറിയാമോ. അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിനും ഇവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുക. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരിക്കല്ലേ, വേസ്റ്റ് ആയി പോകും. നമ്മുടെ പഴയതായിരുന്നു, നമ്മുടെ പമ്പയിൽ ആ ഹിൽ ടോപ്പിലേക്കുള്ള വഴിയുണ്ടല്ലോ, അവിടെ ഒരു വലിയ പന്തൽ, ശീതീകരിച്ച പന്തൽ ഉണ്ടായിരുന്നു. അതിലാണ് രാവിലെ നല്ല പിന്നെ ഭക്ഷണം, ഉച്ചയ്ക്ക് വിഭവസമർത്ഥമായ രീതിയിലുള്ള ഭക്ഷണം, ഇടയ്ക്ക് ചായ, വട, എല്ലാം. അതിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. കാര്യങ്ങൾ, കാരണം സർക്കാർ മിഷനറി മുഴുവൻ അവിടെ പ്രവർത്തിക്കുക. ആ പ്രദേശത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്, ഈ ലാഹ പെരുന്നാട്ടിലുള്ളവർ പറയുന്നുണ്ട്, സാറേ കുറെ നാളായി, 2 ആഴ്ചയായി ഇതുവഴി നെടുകയും കുറുകയും പിന്നെ പോലീസ് ഓഫീസർമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം പോക്കും വരവും, അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുന്നു, ആകെ ഒരു ബഹളമാണ്, കാടിളക്കി, പിന്നെ കടുവയൊക്കെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. കടുവ പേടിച്ചു പോയി എന്നുള്ളതാണ്. ഒരു ശ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പോലീസ് വിന്യാസമല്ല. ഇവര് 3 വേദികളുണ്ടായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം 3 വേദികൾ, ചർച്ചകൾക്ക് വേണ്ടിയിട്ട് 3 വേദികളായിട്ട്. ഒരു വേദിയില് മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് സംസാരിക്കുന്നു, മറ്റൊരു വേദിയില് ഈ ക്രൗഡ് മാനേജ്മെന്റ്, അങ്ങനെ 3 വിഷയങ്ങളിലാണ്. പ്രധാന വേദിയിൽ മാത്രമേ ഈ മാസ്റ്റർ പ്ലാനിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമേ കുറച്ചു പേരുണ്ടായിരുന്നുള്ളൂ. മറ്റ് 2 വേദികളിലും അധികം പേരില്ല. ഒരിടത്ത് IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലും മറ്റിടത്ത് പഴയ DGP ജേക്കബ് പുന്നൂസിന്റെ നേതൃത്വത്തിലുമാണ് നടന്നത്. മറ്റേ 2ാമത്തെയും 3ാമത്തെയും വെന്യൂവിൽ ആളില്ല. പിന്നെ ഉച്ചയൂണ് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും സ്ഥലം വിട്ടു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ പമ്പ ശൂന്യം. ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പിന്നെ ഭക്തിഗാനമേള, അതുപോലെ തന്നെ ഈ 3 ഇടങ്ങളിലും നടന്ന നിർദ്ദേശങ്ങളുടെ ഒരു സമാഹരണം, അതൊക്കെയായിരുന്നു. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ചർച്ചയിലൊക്കെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലുള്ള വിഭാഗത്തിലെ അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവർ ചില നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കുന്നു. അതിൽ 3 പേര് നിർദ്ദേശം വെച്ചതിൽ 3 പേര് സ്ത്രീകളാണ്. അവരെന്റെ അറിവിൽ അവർ ശബരിമലയിൽ പോയിട്ടുള്ളവരല്ല, ചെറുപ്പത്തിലെങ്ങാനും പോയി കാണും. അവർ വന്ന് ഈ മാസ്റ്റർ പ്ലാൻ, എന്നിട്ട് അവസാനം ഒരു ഭക്തൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അല്പമെങ്കിലും കല്ലും മുള്ളും അവിടെ നിങ്ങൾ ഇട്ടേക്കടേ എന്നാണ് പറഞ്ഞത്.
കല്ലും മുള്ളും കാലുക്കുമത്തെ എന്നും പറഞ്ഞല്ലേ ഭക്തര് പോകുന്നത്. അതെ. അല്പമെങ്കിലും കല്ലും മുള്ളും നിങ്ങൾ അവിടെ ഇട്ടേക്കണേ എന്ന് പറയുന്നുണ്ട്. ചവിട്ടി പോകാൻ ഞാൻ ചോദിച്ചോട്ടെ, ഈ മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെന്റോ ഒക്കെ ആയിരുന്നു ചർച്ച. ഈ ചർച്ചയ്ക്ക് പമ്പയിൽ പോയിരുന്ന് ചർച്ച ചെയ്യണമെന്നില്ല. തിരുവനന്തപുരത്തെ വലിയ ഹോട്ടലിൽ തന്നെ ആയിക്കോട്ടെ, ഇതിന്റെ നേതൃത്വത്തിലുള്ള ഈ ഓരോ വിഭാഗത്തിലുള്ളവരെ വിളിക്കണം. ഇപ്പൊ ആർക്കിടെക്ട് ശങ്കറിനെ, പരിസ്ഥിതി പ്രവർത്തകരെ, ആ പ്രദേശത്തുള്ളവരെ, ഇവരെയൊക്കെ എഞ്ചിനീയർമാരെ, അപ്പൊ അവർക്ക് ഒരു ഏകദിന ശില്പശാല പോലെയോ അല്ലെങ്കിൽ 2 ദിവസത്തെ ശില്പശാല പോലെയോ ഇവിടെ വെച്ച് നടത്തണം. അല്ലാതെ അവിടെ പോയി ഇരുന്നിട്ട് വളരെ കുറച്ച് സമയമൊന്നേ പിന്നെ ഒരു എല്ലാവർക്കും തന്നെ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് അവസാനം ഒരു പിന്നെ ഇത് ചെയ്യുന്നു, ഒരു പേപ്പർ എടുത്ത് എഴുതി കൊടുക്കാൻ, അല്ല മെയിൽ ചെയ്തോളാൻ, ആ മെയിൽ ഐഡിയും കാണിക്കുന്നുണ്ട്. പിന്നെ ഇനി വേറൊരു കാര്യം പറയട്ടെ, ഈ പ്രസംഗം നടക്കുന്ന ആ വേദിയിൽ എല്ലാം നല്ല ഹൈടെക് തന്നെയാണ്, ശീതീകരിച്ച ജർമ്മൻ പന്തലാണ്. അപ്പൊ ഈ ബാക്ക്ഡ്രോപ്പൊക്കെ വെച്ചിരിക്കുന്നത് ഉണ്ട്. ആഗോള അയ്യപ്പ സംഗമം. പിണറായി വിജയൻ സംസാരിക്കുന്നിടം വരെയും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചുവപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിണറായി വിജയൻ പ്രസംഗിച്ചു കഴിഞ്ഞു, പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ വേദിയിലിരുന്നു. അത് കഴിഞ്ഞ് VN വാസവൻ പ്രസംഗിക്കുമ്പോൾ വേദി വിട്ടു. അത് കഴിഞ്ഞ് പിന്നീട് ഇത് കാവി കളറിലാണ് വരുന്നത്. അത് ശരി. ഇടയ്ക്ക് ഒരു തവണ പച്ച കളറും വന്നു കേട്ടോ, വാവരെ അങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ഇനി ഈ അയ്യപ്പ സംഗമം ചിലപ്പോൾ ഇവർ സ്ഥിരമാക്കുമോ എന്നറിയില്ല. എല്ലാ വർഷവും അയ്യപ്പ സംഗമം, അയ്യപ്പ സംഗമം എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, നടത്തിക്കോട്ടെ, നല്ലതാ, ലോകം മുഴുവൻ അറിയട്ടെ. പിന്നെ വിദേശ പ്രതിനിധികൾ ഉണ്ടോ എന്ന് ചോദിക്കാം. ഒരു ഭക്തൻ മാത്രം കണ്ടോ ഒരു ചോദ്യമായിട്ട് എഴുന്നേറ്റ് സിംഗപ്പൂരിൽ നിന്ന് വരികയാണ്, ഞങ്ങൾ ഇവിടെ വന്ന് 10 മണിക്കൂർ 12 മണിക്കൂർ 17 മണിക്കൂറൊക്കെ നിൽക്കുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അല്ലാതെ ഒരു വിദേശ പ്രതിനിധികളായിട്ട് എനിക്ക് ആരെയും കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല. അവിടെ ചെന്ന് കയറിയപ്പോൾ ഹാളിൻ്റെ ഒരു മൂലയ്ക്ക് ധാരാളം ഈ കിറ്റ് ബാഗുകൾ നല്ല ഇട്ടിരിക്കുകയാണ്. അതൊക്കെ രജിസ്റ്റർ ചെയ്തവർക്ക് കൊടുക്കുന്നതാണ്. അത് പിന്നെയോ ബാക്കി കിടക്കുക, പിന്നെ ഭക്തർക്കൊക്കെ കൊടുത്തു വാങ്ങാൻ ആളില്ല. അങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ സംഗമം നടത്തേണ്ടത് എങ്ങനെ? ഒരു സാധാരണ ഒരു പന്തൽ വിരിക്കുക, ഷാമിയാന പോലുള്ളത് വിരിച്ചിട്ട് ആ പമ്പയുടെ തീരത്ത് ഭക്തരവിടെ ഷീറ്റ് വിരിച്ച് തറയിലിരിക്കട്ടെ. അങ്ങനെ മതി സംഗമം, അയ്യഭക്ത സംഗമം. അതാണ് വേണ്ടത്. അപ്പൊ എല്ലാവർക്കും അതിനകത്ത് പങ്കുചേർന്ന് പിന്നെ ശബരിമലയുടെ പ്രശസ്തി ലോകം മുഴുവൻ അറിയട്ടെ. ഇത് അപ്പോൾ അന്തിമമായിട്ട് ഇത് വിജയമാണോ പരാജയമാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. നോക്കിയിരിക്കുകയാണ് എല്ലാവരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.